ഇന്ന് പുലർച്ചെ ഏകദേശം 1 മണിക്കാണ് നാടിനെ നടുക്കിയ അതിദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന കാഞ്ഞിരമുക്ക് പുളിക്കക്കടവ് ഭാഗത്ത് വെച്ചാണ് ഒരു വീട്ടിലെ 5 പേർക്ക് വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേൽക്കുന്നത്. ഇപ്പോൾ ആ ഒരു സംഭവമുണ്ടായ വീടിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ വീട്ടിൽ ഉള്ളിലുണ്ടായിരുന്ന കട്ടിലിന്റെ ഒരു ഭാഗമൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിവിധ കിടന്നുറങ്ങുന്ന അതുപോലെ വസ്ത്രങ്ങൾ, ഇവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന മറ്റു ഉപകരണങ്ങൾ, അയൺ ബോക്സ് ഒക്കെ തന്നെ കത്തി നശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. 1 മണിക്കും അതുപോലെ തന്നെ 2 മണിക്കും ഇടയിലാണ് ഒരു തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഈ ഒരു സംഭവം അറിഞ്ഞ ആദ്യം ഇങ്ങോട്ടെത്തിയ ദൃക്സാക്ഷികൾ നമ്മളോട് പറയുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തം ആദ്യഘട്ടത്തിൽ ഒരു റൂമിലുണ്ടാകുന്നു, പിന്നീട് മറ്റു റൂമിലേക്ക് അത് പടരുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പപ്പട വിതരണം ജോലി ചെയ്യുന്ന മണികണ്ഠൻ, മണികണ്ഠന്റെ മാതാവായ സരസ്വതി, മണികണ്ഠന്റെ ഭാര്യയായ റീന, മക്കൾ നന്ദു, അതുപോലെ തന്നെ മറ്റൊരു മകളടങ്ങുന്ന 5 പേരായിരുന്നു ഒരു വീട്ടിലുണ്ടായിരുന്നത്. ഈ ഒരു സംഭവത്തിൽ 3 പേർക്ക് ആദ്യഘട്ടത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. മണികണ്ഠനും അതുപോലെ തന്നെ ഭാര്യ റീനയ്ക്കും മാതാവ് സരസ്വതിക്കും. ഉടനെ തന്നെ അവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് എത്തിക്കുകയായിരുന്നു. പരിക്ക് ഗുരുതരമായതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അല്പസമയം മുമ്പാണ് ഈ ഒരു സംഭവത്തിൽ ചികിത്സ തുടരുന്നതിനിടയിൽ ആ ഒരു സങ്കടകരമായ വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചികിത്സയിൽ തുടരുന്നതിനിടയിൽ മണികണ്ഠന്റെ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന തീപിടുത്തത്തെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ നിലവിളി ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ ഓടിക്കൂടുന്നത്. ഉടനെ തന്നെ ഈ ഒരു മേഖലയിലേക്ക് വെള്ളം ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് വെള്ളമടിച്ചാണ് ആ ഒരു ഘട്ടത്തിൽ തീ അണച്ചത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ, പ്രദേശവാസികളൊക്കെ തന്നെ ഇവിടെയുണ്ട്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഇവരെ നിലവിളി കേട്ടിട്ട് ഓടി വരുന്നത്. അപ്പോൾ വന്ന് വരുമ്പോൾ ഇങ്ങനെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച പോലെ ഇങ്ങനെ കെടുക്കാം. അങ്ങനെ ഒരുപാട് ഞങ്ങൾ നനച്ച് കെടുത്താൻ നോക്കി, ഒന്നും പറ്റണില്ല. ഉടനെ തന്നെ അവരെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ അതിൽ ഫയർഫോഴ്സും ആംബുലൻസും മറ്റു പോലീസിനൊക്കെ വിവരം അറിയിച്ച് അവർ വന്ന് കൊണ്ടുപോയി ചെയ്തത്. വെള്ളടിച്ചാണ്ടാണ് തീ അണക്കാൻ ശ്രമിച്ചതല്ലേ? തീ വളരെ പ്രയാസകരമായിട്ട് കത്തിപ്പിടിച്ച് ആളി പടരുന്നത്. അതിൽ തീപിടുത്തത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തോന്നുന്നു. ആദ്യഘട്ടത്തിൽ 3 പേർക്കും നല്ല ഗുരുതരമായി പരിക്കുണ്ടായിരുന്നത്. ആശുപത്രിയിലേക്കൊക്കെ മാറ്റി. അതിൽ ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം ഒരാൾ മരിച്ചു എന്നുള്ളതാണ്. അത് അറിഞ്ഞു. ഇപ്പോൾ ഇത് പെരുമ്പടപ്പ് കാഞ്ഞിരമുക്ക് പുളിക്കക്കടവ് എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ സംഭവം. രാത്രി ഏകദേശം ഒരു 1:30-2 മണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളതായിട്ട് കാണുന്നത്. ഇപ്പോൾ ദൃക്സാക്ഷികൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ ഇവരുടെ നിലവിളി കേട്ടിട്ടാണ് ഓടിയെത്തുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കുറച്ച് ഇവിടെ ഒരു വീട് പാർക്കലിന് ഒരു പാലുകാച്ചൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ അവിടെ ആ ഭാഗത്ത് ഒരു 4-5 വീട് അപ്പുറത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ എല്ലാ ആളുകളും കൂടി, നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ് ഈ തീ കെടുത്തുന്നത്. ഒരു 5 പേരാണ് ഇപ്പോൾ ഈ വീടിന് അകത്തുണ്ടായിരുന്നത്. വളരെയധികം ദാരുണമായുള്ള ഒരു സംഭവമാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞാനൊക്കെ ഇത് കാലത്താണ് അറിയുന്നത്. പോലീസ് പറയുന്നത് കൃത്യമായൊരു വിവരം ലഭിച്ചിട്ടില്ല, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പല സംശയങ്ങളും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? നമ്മളുടെ അറിവിലൊരു പ്രയാസങ്ങളൊന്നും നമ്മളുടെ അറിവിലുണ്ടായിട്ടില്ല. പിന്നെ എന്താണ് കുടുംബ പ്രശ്നങ്ങൾ എന്നൊന്നും നമുക്ക് ഇത് സ്ഥിരീകരിക്കാൻ സാധ്യമല്ല. വിതരണ ജോലിക്കാരനാണ്. വളരെ നല്ല സൽസ്വഭാവിയായിട്ടാണ് നമ്മൾ നാട്ടുകാർ എന്നുള്ള നിലക്ക് കണ്ടിട്ടുള്ളത്. എന്താണ് മാനസികമായ പ്രയാസങ്ങൾ എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. മക്കളൊക്കെ നിലവിൽ തൊട്ടടുത്ത ആശുപത്രിയിൽ നിന്ന് ചികിത്സയിലാണ് തോന്നുന്നത്. ഇവിടെ അടുത്ത് ഉണ്ടോ എന്നറിയില്ല. തൃശ്ശൂർ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ 2 കുട്ടികളും അവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ബന്ധുക്കളുണ്ട് ഇവിടെ. ആശുപത്രിയിൽ പോയിരുന്നു? ഇല്ല, പോയിട്ടില്ല. ഇത് കണ്ടുവിടുമ്പോൾ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് പോയിട്ടില്ല ആശുപത്രിയിൽ. അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, കുടുംബക്കാരൊക്കെ ഉണ്ട് അവിടെ. ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ നിലയിൽ ആദ്യഘട്ടം മുതൽ തന്നെ
നാട്ടുകാരുടെ ഒരു പ്രവർത്തനം മൂലമാണ് തീപിടുത്തത്തിൽ ആ നിലയിൽ പരിക്കേറ്റ ആളുകളെ കൃത്യമായി ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഗൃഹനാഥനായ മണികണ്ഠന്റെ ജീവൻ ഈ ഒരു അപകടത്തിൽ നഷ്ടമായി എന്നുള്ളതാണ്. ബാക്കിയുള്ള 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. മക്കൾ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് ഇത്തരമൊരു സംഭവത്തിന് പിന്നിലെന്നതിൽ പോലീസ് പലതരത്തിലുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ആത്മഹത്യ പ്രേരണയാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണോ അതിലേക്ക് നയിച്ചതെന്നുൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണെന്നാണ് നമ്മളോട് വ്യക്തമാക്കുന്നത്. പുലർച്ചെ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. പഞ്ചായത്തിന്റെ പ്രതിനിധികളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള നടപടികൾ നമ്മൾ ഇങ്ങോട്ട് ഇവർ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ രാത്രി 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാനിവിടെ എത്തുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. നിലവിൽ 2 ആൾ ഗുരുതരാവസ്ഥയിലാണെന്നാണ് പറയാൻ കഴിഞ്ഞത്. നല്ല നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലേ തീപിടുത്തത്തിൽ? നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ദാരുണമായ സംഭവം തന്നെയാണ്, നാടിനെ നടുക്കിയ സംഭവം തന്നെയാണ്. അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെയുള്ളത്. എന്തായാലും ചികിത്സയിൽ തുടരുന്ന ആളുകളുടെ നില ഗുരുതരമാണ്. അവരെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ എന്നൊരു പ്രാർത്ഥനയിൽ തന്നെയാണ് നാട്ടുകാരും കുടുംബക്കാരും പ്രദേശവാസികളൊക്കെ തന്നെയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, പൊന്നാനി.